ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ സൺഡേക്കാണ് കേട്ടോ. അപ്പം നേട്ടന് ലീവും കൂടിയാണ്. അപ്പം എന്നാൽ അങ്ങനെ ലീവുള്ളൊരു ദിവസം എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ഫുള്ള് സവാളയും ഇതൊക്കെ കട്ട് ചെയ്ത് തരാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ മീനും ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പം മീനും കഴുകുകയാണ്, ചിക്കനും വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയൊക്കെ നോക്കാൻ. കുറേ പണിയുണ്ട് ഗായ്സ് ഇന്ന്. അപ്പോൾ നമുക്ക് ഏട്ടൻ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തായി നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആൾ പാട്ടൊക്കെ വെച്ചിട്ട് സവാള കട്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടും നോക്ക്, കറിയാണോ വെച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും കേട്ടോ. സവാള ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പം ഇനി അതൊക്കെ നോക്കാം. ഏട്ടൻ അവിടെ ഇരുന്ന് സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല, നോക്കാം നമുക്ക്. കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളും സൺഡേ വ്ളോഗ് എന്നൊക്കെ പറയാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരാൾക്കൊരു പ്ലേറ്റ് കൊടുത്തു കേട്ടോ. ഈ കച്ചറകൾ അങ്ങനെ ആലങ്കോലായിട്ട് ഇടണ്ട വേണ്ടിയിട്ട് ഒരാൾക്കൊരു പ്ലേറ്റ് കൊടുത്തിട്ട് ഈ പ്ലേറ്റിൽ ഇട്ടാൽ മതി ഇട്ട് പറഞ്ഞിട്ടാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. പുറത്ത് പോകണ്ട പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് കൊടുത്തപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ആക്കട്ടെ വേഗം. അതൊക്കെ കൊണ്ടുപോയി കച്ചടയിൽ ഇട്ട് എന്നിട്ട് വേണം ബാക്കി പണിയും കാര്യങ്ങൾ നോക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ആ വിളിച്ചപ്പോൾ ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി ഓടിയത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ളത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ചില്ലിക്കുള്ള മസാലയും കാര്യങ്ങളും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൊടുത്തു. കറിവേപ്പിലയുടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിട്ടാണ് പുള്ളി അറിയില്ലായിരുന്നു അപ്പോൾ കൊടുന്നു. അപ്പോൾ ഞാൻ മീനിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. അത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ, അപ്പോൾ മാർക്കറ്റ് കാര്യങ്ങളുണ്ട്. അവിടേക്ക് പോയി വരുമ്പോഴേക്കും ഇതൊക്കെ മസാല പുരട്ടി വെച്ച മസാലയൊക്കെ നല്ലപോലെ പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ മീനുള്ള മസാല കേട്ടോ ഞാൻ റെഡിയാക്കണ്. ഇപ്പോൾ കറിവേപ്പിലൊക്കെ കുറേ ഉള്ളത് കൊണ്ട് ആക്കിയിട്ട് അങ്ങോട്ട് തകർക്കിട്ടിട്ട് ഞാൻ പൊടികൾ കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ഞാൻ മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തേക്ക് ആക്കുകയാണ്. എന്നിട്ട് മീനിട്ട് മിക്സാക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വേഗം ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പുരട്ടുക കേട്ടോ. മസാല പുരട്ടിക്കാൻ ഏട്ടനെ കാണിക്കാൻ പോയിട്ടു. ഇത് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ കടയിൽ പോയപ്പോഴേക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പൊട്ടിച്ചൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ പൊട്ടിച്ചപ്പോൾ ഏട്ടൻ എനിക്ക് മിഠായി തരിക കേട്ടോ, എന്നാൽ കഴിച്ചോണ്ടിട്ട്. അപ്പോൾ ഏട്ടൻ കണ്ടോ, കോപ്പറേറ്റ് തരങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കാട്ടിൽ കൂടുതലാണ്. എനിക്ക് മിഠായിക്ക് തന്നു. പിന്നെ ഏട്ടൻ പുറത്ത് പോയിട്ട് കുട അങ്ങനെ കൊടുന്ന് നിവർത്തി വെച്ചിരിക്കുക കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന്. പിന്നെ വിചാരിച്ച് മാർക്കറ്റിൽ പോകണ്ടല്ലേ, വേണ്ട കുളിക്കാമെന്ന്. അപ്പോൾ ചിക്കൻ കറി മാത്രം വെച്ചിട്ട് കുളിക്കാൻ പോയിട്ട് ഞാൻ കേട്ടോ. പക്ഷെ ഞാൻ വണ്ണമില്ലാത്തതുകൊണ്ട് കോലി പോലെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയും. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇടണ്ടേ. അങ്ങനെ അടുക്കളയൊക്കെ ഇതായി കിടക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടായി. എന്തായാലും ഇനി കുക്ക് ചെയ്യണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ ചിക്കൻ കറി കാര്യങ്ങൾ ആക്കിയിട്ടുണ്ട്. ചിക്കൻ അങ്ങനെ കുറച്ച് ആക്കിയിരിക്കുക കേട്ടോ. ഞാൻ അതൊക്കെ പാത്രത്തേക്ക് മാറ്റിയിട്ടാണ്. ഞാൻ മാർക്കറ്റിൽ പോകണ്ടെന്നുള്ള കാണിക്കാം കേട്ടോ. അടുത്ത ഞായറാഴ്ച മാർക്കറ്റ് മഴ ചെയ്തുകൊണ്ട് കച്ചവടക്കാർ കുറവായിരിക്കും. നോക്കാം പോയിട്ട് എങ്ങനെയാണ്. മാർക്കറ്റിൽ പോകാൻ ഉറക്കപ്പിച്ചിലിന് വിളിച്ചതിൻ്റെ ദേഷ്യമാണ് അവിടെ നിൽക്കുന്നത്. മടിച്ച് നിൽക്കുക കേട്ടോ. എന്നോട് തന്നെ പറഞ്ഞു കേട്ടോ, 5 മണിക്ക് മാർക്കറ്റിൽ പോകാൻ എന്നെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. പുള്ളി ഉറങ്ങി നീച്ചിട്ട് മഴയൊക്കെ ആയപ്പോൾ പുള്ളിക്ക് മടിയായി. ഞങ്ങളപ്പം ഇനി മാർക്കറ്റിലേക്ക് പോട്ടെ. നല്ല മഴയാണ്. കടകളൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയില്ല മഴ കാരണം. അപ്പോൾ ഞാൻ എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇന്ന് നിനക്ക് മാർക്കറ്റിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതെന്താന്ന് മാർക്കറ്റിൽ പോയാൽ നിങ്ങളല്ലേ പോവുക പറഞ്ഞാൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുക കേട്ടോ രംശേട്ടനെ. മഴ ചെയ്തുകൊണ്ട് എല്ലാം കൂടി പിടിക്കാൻ അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ രംശേട്ടൻ എന്നെ കൂട്ടാണ്ട് പോവുകയാണ്, പതുക്കെ നടക്കുന്നൊക്കെ പറയുക കേട്ടോ ഞാൻ രംശേട്ടൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ കൊടാണ്ടപ്പോൾ എനിക്കും ആഗ്രഹം, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് പ്രഹസനം നടത്താമെന്ന് ആഗ്രഹം. ഞാനതെടുത്തിട്ട് കുറച്ച് പ്രഹസനമായിട്ടോ. അപ്പോൾ ഞാൻ നടക്കണ വീഡിയോ ഏട്ടനെ എടുത്ത് തരാം കേട്ടോ എനിക്ക് നോക്കി. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എത്താറായിട്ടുണ്ടോ. കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ ഇനി മാർക്കറ്റിലേക്ക് ദൂരം. അപ്പോൾ അവിടെ സൈഡിൽ കുറച്ച് പൂച്ചെടികളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തി. ഇതവിടുത്തെ മാർക്കറ്റ് കേട്ടോ, സൺഡേ മാർക്കറ്റാണ്. ഇവിടെ അങ്ങനെ മൊത്തം ചളി പിളുന്നനെ ആയിരിക്കും കേട്ടോ മഴ പെയ്തിട്ട്. കച്ചവടക്കാരും ഭയങ്കരമായിട്ട് കുറവാണ്. കാരണം മഴ കാരണം അധികം ആൾക്കാരൊന്നും വന്നിരിക്കണില്ല. അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫ്രൂട്ട്സ് കടയിലേക്ക് പോകണം. ഫ്രൂട്ട്സ് കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ പോകാൻ. അവിടെ വെറൈറ്റി മാങ്ങ ഉണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് സബർ ജെല്ലി കാര്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോകുമ്പോഴാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബർ ജെല്ലി. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ആ പൂപ്പന്മാർ ഭയങ്കര പാവം കേട്ടോ. അപ്പോൾ ഏട്ടന് സാധനങ്ങളൊക്കെ പിടിച്ചു. ഞാൻ പിടിക്കാൻ പറഞ്ഞാൽ ഏട്ടൻ സാധനങ്ങൾ പിടിക്കാനും തരില്ല കേട്ടോ ഏട്ടനുള്ളപ്പോൾ. തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര മഴയും
സാധനങ്ങൾ പിടിക്കും എല്ലാം കൂടി ആയിട്ടൊന്നും പറ്റില്ല. ഞാൻ വന്നപ്പോൾ തന്നെ കാലും കൈയൊക്കെ കഴുകി മൊത്തം ചളി പിളിയുന്നതന്നെ കേട്ടോ. അപ്പോൾ രമേശേട്ടൻ ഇനി ഗീ കുറവാണ്, അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഏട്ടൻ കടയിലേക്കൊക്കെ പോയിട്ട് വരട്ടെ. പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് വിളക്ക് കാര്യങ്ങളൊക്കെ വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കെടുത്തിയതിന് ശേഷം നമുക്ക് ബാക്കി പണികൾ നോക്കാമല്ലോ. എന്നിട്ട് വിളക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാം. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ലേ വിളക്കൊക്കെ വെക്കുക. അതാ ഞാൻ ലൈറ്റൊക്കെ ഇട്ട്. പിന്നെ അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള റൈസ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വരാൻ വെച്ചേക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള പകുതിയും ഞങ്ങളുടെ റെഡിയായി അടുപ്പത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ മാത്രം കൂടി വറുത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. മീൻ വറുത്തതും കൂടി ഉണ്ട്, അത് അടുപ്പത്തായി കുടിക്കുക. അതും കൂടി ആയാൽ ഇന്നത്തെ ഫുഡ് റെഡി. നമ്മുടെ സ്പെഷ്യലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഞാൻ ദമ്മടിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ മീനും കൂടി വറക്കാണ്ട് അതുകൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. ബിരിയാണീൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഇടാനുള്ള പരിപാടിയിലാട്ടോ ഞാൻ. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് ഞാൻ മിക്സ് ആക്കി കേട്ടോ. അന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ, ബിരിയാണി, സാലഡ് എന്ന് ഞങ്ങളോട് പറയുക, സർലാസ് എന്നും പറയുന്നിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ട്. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തതുണ്ട്. നമ്മുടെ മീൻ വറുത്തതും അപ്പയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൻ വറുത്തതൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കി കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസമാണ് വൈൻഡപ്പിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.